ഓക്കെ, നമ്മൾ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ മെറ്റീരിയലിലെ യൂണിറ്റ് 14, ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 PDF ഒരു ഇമേജും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ നോട്ട്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൃത്യമായി വായിക്കുക. അപ്പം നമ്മൾ രണ്ടും കൂടി ചേർത്തായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടും കൃത്യമായി വായിച്ചു നോക്കാവുന്നതാണ്. രണ്ടിലും ഏകദേശം ഒരേ കാര്യങ്ങളാണ്, പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ രണ്ടാമത്തേതിൽ. ഓക്കെ, സപ്ലിമെന്ററി PDF ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂണിറ്റിന്റെ പേര്. നോക്കൂ, നിങ്ങൾക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന്. അതായത് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഫോമിൽ അല്ലെങ്കിൽ ഇന്റലിജിബിൾ ഫോമിൽ എത്തിക്കുക എന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ ഫെയ്ത്ത്ഫുൾ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഓർ മെസ്സേജ് സിഗ്നൽ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വേർ ഇറ്റ് റീച്ചസ് ഇൻ ആൻ ഇന്റലിജിബിൾ ഫോം. അതായത് നമ്മളിപ്പോൾ അയക്കുന്നത് ഒരു രീതിയിലാണ്, പക്ഷേ അത് എത്തുന്ന സ്ഥലത്ത് അത് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ഫോമിൽ എന്ത് ചെയ്യണം, ആ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എത്തണം. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് വളരെ നല്ല ഒരു റെഫറൻസ് ടെക്സ്റ്റ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ NCERT ടെക്സ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് വായിക്കാൻ. നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ട് അധികം മാസം ആയിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് 3 എസെൻഷ്യൽ എലമെന്റുകളാണ് ഉള്ളത്. അറിയാം നിങ്ങൾക്ക് എന്താണ്? ട്രാൻസ്മിറ്റർ, അതുപോലെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് റിസീവ് ചെയ്യുന്ന റിസീവർ. ഓക്കെ, നോക്കൂ, മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ അയക്കുന്ന ഇൻഫർമേഷനും റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷനും എല്ലാം ഇലക്ട്രിക്കൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സിഗ്നലുകളായിട്ടാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ഏത് രീതിയിൽ അയക്കപ്പെടുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യപ്പെടുന്നത് ഇലക്ട്രിക്കൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സിഗ്നലുകളായിട്ടാണ്. അപ്പൊ നോക്കിക്കേ, അപ്പോ അവിടെ പരിചയപ്പെടേണ്ട ഒരു ഒരു എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷീനാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ട്രാൻസിസ്റ്റർ അല്ല, ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ചില ഫിസിക്കൽ വേരിയബിളുകളെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ. കാരണം നമുക്കൊരു സിഗ്നൽ അയക്കണം. അപ്പൊ അത് ചിലപ്പോ പ്രഷറുമായി ബന്ധപ്പെട്ടതോ ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടതോ ടെമ്പറേച്ചറോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്താക്കണം, സിഗ്നലാക്കി അയക്കണമെങ്കിൽ അതിനെ ഇലക്ട്രിക്കൽ രീതിയിലേക്ക് ആക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഡിവൈസ് ആണ് സിംപ്ലി ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ. അപ്പൊ നോക്കൂ, ഇലക്ട്രിക്കൽ ഫോമിൽ നമ്മൾ റിസീവ് ചെയ്ത ഇൻഫർമേഷൻ അനലോഗോ ഡിജിറ്റലോ ആകാം. അനലോഗ് ആവാം, ഡിജിറ്റൽ. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? കണ്ടിന്യൂസ് ആണ്. ഡിജിറ്റലോ പ്രത്യേക പൾസുകളായോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫോമിൽ അയക്കപ്പെടുന്നതാണ് ഡിജിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ബാൻഡ് വിഡ്ത്ത്. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, എന്താണ് ബാൻഡ് വിഡ്ത്ത്? ഒരു എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്രീക്വൻസികൾ കാണാം. അതായത് ഒരു താഴ്ന്ന ഫ്രീക്വൻസി മുതൽ ഒരു ഉയർന്ന ഫ്രീക്വൻസി വരെ ആയിരിക്കും അതിന്റെ റേഞ്ച്. അപ്പോൾ ആ ഫ്രീക്വൻസി റേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ആ എക്യുപ്മെന്റിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഓരോ സിസ്റ്റങ്ങളിൽ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയായിരിക്കും? സ്പീച്ച് സിഗ്നലുകൾക്ക് ബാൻഡ് വിഡ്ത്ത് 2800 ഹെർട്സ് ആണ്. ഓക്കെ, അതുപോലെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിന് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലോ 20 കിലോ ഹെർട്സ് ആണ്. ഇതൊക്കെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി റേഞ്ചിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. അതുപോലെ TV ട്രാൻസ്മിഷന് ജനറലി ബാൻഡ് വിഡ്ത്ത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 6 മെഗാഹെർട്സ് ആണ് ഒരു ചാനലിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് കൂടി വായിക്കാം. നമ്മൾ കമ്പൈൻ ചെയ്തായിരിക്കും പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് മോഡുലേഷൻ. എന്താണ് മോഡുലേഷൻ എന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പൊ നോക്കൂ, നമ്മൾ മെസ്സേജ് സിഗ്നലുകളെ ഇപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള, അതിനൊരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഓഡിയോ ഫ്രീക്വൻസി, അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള മെസ്സേജുകളാണ് അയക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെസ്സേജ് സിഗ്നലുകളെ നമ്മളൊരു പേര് വിളിക്കുന്നു ബേസ് ബാൻഡ് സിഗ്നൽസ്. മറ്റൊരു പേരാണ് ബേസ് ബാൻഡ് സിഗ്നൽസ്. ഓക്കെ, ബേസ് ബാൻഡ് സിഗ്നൽസ് എന്ന് വെച്ചാൽ അവയ്ക്ക് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. ഒരു സിംഗിൾ ഫ്രീക്വൻസി അല്ല, റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോ അങ്ങനെ അയക്കുന്ന സമയത്ത് ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റികൾ ഉണ്ട്. കാര്യം നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത് ലോങ് ഡിസ്റ്റൻസുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസുകളിലേക്ക് നമ്മൾ വെറുതെ ഒരു മെസ്സേജ് സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റികളുണ്ട്. കാരണം ആന്റിന ലെങ്ത്,
പവർ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ഓപ്പറേറ്റിംഗ് റേഞ്ച് മുതലായ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിംഗിളായി മെസ്സേജ് സിഗ്നലുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മെസ്സേജ് സിഗ്നലുകളെ ഒരു കാരിയർ വേവുമായി സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഓക്കെ, സൂപ്പർ ഇമ്പോസ് ചെയ്യും. അതിനെയാണ് സിംപ്ലി മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോഡുലേഷൻ എന്താണ്? ഇനി വായിച്ചു നോക്കാമല്ലോ. മോഡുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സൂപ്പർ ഇമ്പോസിംഗ് ഓഫ് AF ബേസ് ബാൻഡ് മെസ്സേജ് സിഗ്നൽസ് കോൾഡ് മോഡുലേറ്റിംഗ് സിഗ്നൽസ് ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഓർ പൾസ്. അതിനെ കാരിയർ എന്ന് വിളിക്കുന്നു. സച്ച് ദാറ്റ് സം സ്പെസിഫിക് പ്രോപ്പർട്ടി ഓഫ് കാരിയർ ഈസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേജ് സിഗ്നൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മെസ്സേജ് സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി, മെസ്സേജ് സിഗ്നലിനേക്കാൾ ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു കാരിയർ വേവുമായി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിപ്പിച്ചിട്ടാണ് ഈ മെസ്സേജിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? കാരിയർ വേവിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സൂപ്പർ ഇമ്പോസിഷൻ നടക്കുന്നത്. ആ പ്രോപ്പർട്ടി ആംപ്ലിറ്റ്യൂഡ് ആവാം, ഫ്രീക്വൻസി ആവാം, ഫേസ് ആവാം. അതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ സിമ്പിൾ ആയി പറഞ്ഞാൽ എന്താണ് മോഡുലേഷൻ? ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കാരിയർ വേവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇന്റൻസിറ്റി ഓഫ് ദ സിഗ്നൽ. അപ്പൊ സിഗ്നലിനനുസരിച്ച് അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കാരിയർ വേവിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ മാറ്റിക്കൊണ്ട് സൂപ്പർ ഇമ്പോസിഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. മോഡുലേഷൻ എന്താണ് എസെൻഷ്യൽ ആകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് മോഡുലേഷൻ ആവശ്യമുള്ളത്? നോക്കൂ, ഹൈറ്റ് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ആന്റിന വളരെ കൂടുതലായി കിലോമീറ്ററുകളോളം നീളമുള്ള ആന്റിന നമുക്ക് വേണം. അത് പറ്റില്ല. ഓവർലാപ്പിംഗ് ഓഫ് സിഗ്നൽ, ഇപ്പം വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നും വരുന്ന സിഗ്നലുകൾ ഓവർലാപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് പവർ റേഡിയേറ്റ് ചെയ്യുന്നത്, ആന്റിനയിൽ നിന്നും പവർ റേഡിയേറ്റ് ചെയ്യുന്നത് വളരെ എന്താണ് ഈസ് ഹൈന് വളരെ കൂടുതലായതുകൊണ്ടും പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റികൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലേഷൻ നടത്തുന്നു. ഓക്കെ, 3 രീതിയിലുള്ള മോഡുലേഷൻ നമ്മൾ പറഞ്ഞില്ലേ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനുമാണ് നോക്കാനുള്ളത്. ഓക്കെ, ആദ്യം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലേക്ക് പോകുന്നു. അപ്പൊ ഡെഫിനിഷൻ അനുസരിച്ച് നോക്കിയാൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ആ കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തനുസരിച്ച്? മെസ്സേജ് സിഗ്നൽ അനുസരിച്ച്, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഈ എം എന്ന് പറഞ്ഞാൽ AM എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്. AC എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ മാറ്റുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഈ റേഷ്യോയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ്, അതായത് റേഷ്യോ ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ടു ദാറ്റ് ഓഫ് ദ കാരിയർ സിഗ്നൽ ഈസ് കോൾഡ് എന്ത്? മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പൊ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്? AM/AC, റേഷ്യോ ഓഫ് ദ എന്താണ് ഇന്റൻസിറ്റി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ടു ദാറ്റ് ഓഫ് ദ കാരിയർ സിഗ്നൽ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് നോക്കി. ഇനി നോക്കൂ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് സിഗ്നലിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു കാരിയർ വേവിന്റെ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയ സിഗ്നലും 2 സൈഡ് ബാൻഡുകളും ഉണ്ട്. സൈഡ് ബാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു നോക്കൂ ബാൻഡ് വിഡ്ത്ത് ആണ് ഇതിനുള്ളത്, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. അപ്പൊ എന്താണ്? ωc എന്ന കാരിയർ വേവ് ഫ്രീക്വൻസിയോടൊപ്പം ωc-ωm, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക, ωc-ωm അതുപോലെ ωc+ωm. അപ്പൊ ലോവർ സൈഡ് ബാൻഡും അപ്പർ സൈഡ് ബാൻഡും ചേരുന്ന ωc ഉണ്ട്. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ഫ്രീക്വൻസി സ്പെക്ട്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ AM മോഡുലേറ്റഡ് വേവ് സിഗ്നലിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? ചെറുതിന്റെയും വലുതിന്റെയും വ്യത്യാസം എന്തുവരും? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എന്തുവരും? ωc ക്യാൻസൽ ചെയ്തു 2ωm ആണ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM സിഗ്നൽ എത്രയാണ്? 2ωm. ഇനി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോയ്സ് ഉണ്ടായിരിക്കും. അതായത് അൺവാണ്ടഡ് സിഗ്നലുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇറ്റ് സഫേഴ്സ് ഫ്രം നോയ്സി റിസപ്ഷൻ. അതുപോലെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും, ലോ എഫിഷ്യൻസി, ഓപ്പറേറ്റിംഗ് റേഞ്ച് കുറവായിരിക്കും, ഓഡിയോ ക്വാളിറ്റിയും കുറവായിരിക്കും. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, പവർ ഡിസിപ്പേറ്റഡ് ഇൻ AM വേവ്. കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ AM വേവ്. നോക്കൂ, ഫോർമുല P = PC × 1 + MA² / 2.
ഇവിടെ പി സി എന്ന് പറഞ്ഞാൽ EC²/2R പവർ ഡിസിപ്പേറ്റഡ് ബൈ അൺമോഡുലേറ്റഡ് കാരിയർ വേവ്. അൺമോഡുലേറ്റഡ്, മോഡുലേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള കാരിയർ വേവ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ ഇൻറ്റു നോക്കൂ ഇത് MA എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലേഷൻ ഫാക്ടർ ആണ്. MA താഴെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ മോഡുലേഷൻ ഫാക്ടർ 1 + MA²/2. ഇതാണ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ AM വേവിന്റെ ഫോർമുല. ഇത് കാണാതെ പഠിക്കുക. ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിപ്പോ നിങ്ങൾക്കറിയാം വേവുകളാണ് രണ്ടും, അതായത് കാരിയർ വേവ്, മോഡുലേറ്റഡ് വേവ്. അപ്പൊ വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നിങ്ങൾക്കറിയാം E വോൾട്ടേജ് അല്ലേ, വോൾട്ടേജോ കറണ്ടോ ആണ്. അപ്പോൾ വോൾട്ടേജ് എടുത്താൽ E E0 sin ωt cos ωt ഫോം രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ വേവുകൾ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ആ E0 എന്ന് പറയുന്ന ആ സംഗതിയാണ്. E E0 sin ωt അല്ലെങ്കിൽ E0 cos ωt E0 ആണ് ഈ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായി അത് പറഞ്ഞു തരും. ഓക്കെ, രണ്ട് കാരിയർ വേവുകളെ അല്ലെങ്കിൽ സിഗ്നലുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനുകൾ കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കഴിഞ്ഞു. ഇനി ഫ്രീക്വൻസി മോഡുലേഷൻ. എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? പേര് പോലെ തന്നെയാണ്, നമ്മൾ കാരിയർ വേവിന്റെ ഫ്രീക്വൻസിയാണ് മാറ്റുന്നത്. ഓക്കെ, ഫ്രീക്വൻസിയാണ് മാറ്റുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ AF മോഡുലേറ്റിംഗ്. AF എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, AF മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവിനെ നമ്മൾ മാറ്റുകയാണ്. ഇനി FM മോഡുലേറ്റഡ് വേവിന്റെ പ്രത്യേകത ആംപ്ലിറ്റ്യൂഡും ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവറും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡും ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവറും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നോക്കൂ, മോഡുലേറ്റഡ് സിഗ്നലിൽ എന്തൊക്കെയുണ്ട്? സെൻട്രൽ ബാൻഡ് ഉണ്ട്. നോക്കൂ, ωc സെൻട്രൽ ബാൻഡ് ഉണ്ട്, സൈഡ് ബാൻഡുകളുണ്ട്. അത് ഇങ്ങനെയാണ്, അതായത് ω ±M ഒന്നിലധികം ഉണ്ട്. അവിടെ എന്താണ് രണ്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താണ് ωc ±M, രണ്ടറ്റത്തും ±M, ±2M, ±3M അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മോഡുലേഷൻ ഇൻഡെക്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ ടോട്ടൽ ബാൻഡ് വിഡ്ത് നോക്കൂ, 2n × ωm ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് സൈഡ് ബാൻഡ് പേഴ്സ്. ഓക്കെ, FM ടെക്നിക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലി ആണ്, പക്ഷേ എഫിഷ്യൻസി വളരെ കൂടുതലാണ്, ഓഡിയോ ക്വാളിറ്റി വളരെ ഇംപ്രൂവ്ഡ് ലെവലാണ്. ഓക്കെ, നോയ്സ് ലെവൽ വളരെ കുറവായിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, മോഡുലേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് മെസ്സേജ് സിഗ്നലിനെ കാരിയറുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് സിംപ്ലി മോഡുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ തിരികെ ലഭിക്കണം, അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യണം? മോഡുലേറ്റഡ് വേവിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേഷൻ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ എന്ന് വിളിക്കുന്നത്. സിംപ്ലി നമ്മൾ അത് മാത്രമേ പറയുന്നുള്ളൂ. എന്താണെന്ന്, മോഡം എന്ന ഡിവൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അപ്പൊ അതൊക്കെ എന്താണ്? ഇതുപോലെ, അതായത് മോഡുലേഷൻ ഡീമോഡുലേഷനാണ് നടക്കുന്നത്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. ഓക്കെ, രണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കണം. അപ്പൊ മോഡം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ടോപ്പിക്കിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നോക്കൂ, സ്പേസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വിളിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ടോപ്പിക്കാണ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ്, നിങ്ങൾ 2 PDF വായിച്ചു നോക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കൃത്യമായി രണ്ടും വായിച്ചു നോക്കി പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ അതിൽ നിന്ന് എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പൊ നോക്കൂ, ഇവിടെ നോക്കൂ, ബാൻഡ് വിഡ്ത്ത് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസി ബാൻഡുകൾ നോക്കി. ഇത് NCERT പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ കാര്യമാണ് കേട്ടോ. അപ്പൊ ഇത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് സ്റ്റാൻഡേർഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് AM ബ്രോഡ്കാസ്റ്റിന്റെ, റേഡിയോയാണ്, AM ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീക്വൻസി ബാൻഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ FM ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീക്വൻസി ബാൻഡ് എത്രയാണ്, റേഞ്ച് എത്രയാണ്. ഓക്കെ, ഇതൊക്കെ റേഡിയോ ഫ്രീക്വൻസിയാണ്. ടെലിവിഷൻ 2 രീതിയിലുണ്ട്. വെരി ഹൈ ഫ്രീക്വൻസീസ് ഉണ്ട്, അൾട്രാ ഹൈ ഫ്രീക്വൻസീസ് ഉണ്ട്. ഓക്കെ, അൾട്രാ ഹൈ ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സെല്ലുലാർ മൊബൈൽ റേഡിയോ, അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ എന്താണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി ബാൻഡുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ചില ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, സ്പേസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്.
ഓക്കെ, സിമ്പിൾ ആയി പറഞ്ഞാൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവ് ചെയ്യാൻ റിസീവർ ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരു മാധ്യമത്തിലൂടെ, ഒരു മീഡിയത്തിലൂടെ എന്ത് വേണം, നമ്മുടെ സിഗ്നലുകൾ കടന്നു പോകണം, അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പൊ ആ ഫിസിക്കൽ മീഡിയത്തിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വിളിക്കാം. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ആ മാധ്യമങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ ഏതൊക്കെ രീതിയിൽ എന്താണ് ഒരു സിഗ്നൽ നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാം? ഒന്ന്, നിങ്ങൾ വയറുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം അല്ലേ? അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ലയൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ലയൻ കമ്മ്യൂണിക്കേഷൻ? എന്നാൽ ഫ്രീ സ്പേസിലൂടെ അതങ്ങ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിലോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ PDF വായിച്ചാൽ അറിയാൻ പറ്റും എന്താണ് സ്പേസ് കമ്മ്യൂണിക്കേഷനും ലയൻ കമ്മ്യൂണിക്കേഷനും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, നമ്മുടെ എന്താണ് സപ്ലിമെന്ററി PDF അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടെ ചേർത്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സ്പേസ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ലയൻ കമ്മ്യൂണിക്കേഷനും. ഓക്കെ, നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത് എന്താണ്? സ്പേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എർത്തിന് ചുറ്റുമുള്ള ഫിസിക്കൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് കമ്മ്യൂണിക്കേഷൻ ചാനലുകളെ പറ്റി, സ്പേസ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിൽ നടക്കാം അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക. രണ്ട് PDF കൃത്യമായി വായിച്ചു നോക്കുക, എന്നാലേ നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോ നമ്മൾ സ്പേസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്പേസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയാം. ഓക്കെ, സ്പേസ് കമ്മ്യൂണിക്കേഷൻ പ്രധാനമായും 3 രീതിയിലാണുള്ളത്. നോക്കൂ, ഗ്രൗണ്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനെ ഗ്രൗണ്ട് വേവുകൾ എന്ന് പറയുന്നു. അതുപോലെ നോക്കൂ, ഇന്റർവീനിങ് സ്പേസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ആന്റിനയിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് നേരിട്ട് സ്പേസിലൂടെ, സ്പേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്പേസ് അല്ല, നമ്മൾ ട്രോപ്പോസ്ഫെറിക് സ്പേസിലൂടെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് വേവ് അല്ലെങ്കിൽ ട്രോപ്പോസ്ഫെറിക് വേവ് അല്ലെങ്കിൽ സർഫസ് വേവ് എന്ന് വിളിക്കും. എന്നാൽ നിങ്ങൾ ഒരു സിഗ്നൽ മുകളിലേക്ക് അയക്കുന്നു, അത് അയണോസ്ഫിയറിൽ ചെന്ന് റിഫ്ലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്ററിലേക്ക് അല്ലെങ്കിൽ റിസീവറിലേക്ക് പോകുന്നു. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് നേരെ സ്പേസിൽ അയണോസ്ഫിയറിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്പേസ് അല്ല, സ്കൈയിൽ അയണോസ്ഫിയറിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്തിട്ട് റിസീവറിലേക്ക് വരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കൈ വേവ്. ഇത് മനസ്സിലാക്കാൻ ഒരു അനാലജി പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. 2 പേഴ്സൺസ് ഒരു മുറിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഈ ബോൾ എന്ത് ചെയ്യാം? ഒരാൾ മറ്റൊരാളിലേക്ക് എങ്ങനെ എത്തിക്കാം? 3 രീതിയിൽ എത്തിക്കാം. ഒന്ന്, തറയിലൂടെ ഉരുട്ടിവിടാം, അപ്പൊ ഗ്രൗണ്ട് വേവ് പോലെ. അതുപോലെ എറിഞ്ഞ് അപ്പുറത്തെത്തിക്കാം. ഓക്കെ, അത് സ്പേസ് വേവ്. ഇല്ലെങ്കിൽ എന്താണ്? മുകളിലേക്ക് എറിഞ്ഞ് എന്ത് ചെയ്യാം? ആ ഭിത്തിയിൽ തട്ടി മറ്റേ ആളിലേക്ക് എത്തുന്നു. അതാണ് എന്ത്? സ്കൈ വേവ്. ഓക്കെ, അതാണ് ഈ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ 3 രീതിയിലുണ്ട്, ഇത് മനസ്സിലാക്കുക. ഈ 3 രീതിയിലുള്ള പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ. നോക്കൂ, ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, നമ്മൾ ഈ കാണുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. അതിനെ നോക്കൂ, വ്യത്യസ്ത റേഡിയോ ബാൻഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്? റേഡിയോ വേവ് ആണ്. റേഡിയോ വേവുകളാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന ഏത് സെക്ഷൻ ആയിരിക്കും? റേഡിയോ വേവ്സിനായിരിക്കും. അപ്പൊ റേഡിയോ വേവ്സിന് നോക്കൂ, റേഡിയോ ബാൻഡുകളെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നുണ്ടോ? EHF, എക്സ്ട്രീംലി. നോക്കൂ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. വെരി ലോ ഫ്രീക്വൻസി, വളരെ ചെറിയ ഫ്രീക്വൻസി മുതൽ വളരെ വലിയ ഫ്രീക്വൻസി വരെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ VLF എന്ന് പറഞ്ഞാൽ വെരി ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, സൂപ്പർ ഹൈ ഫ്രീക്വൻസി, എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി. ഓക്കെ, അങ്ങനെയുള്ള വ്യത്യസ്ത ബാൻഡുകൾ ഇവിടെയുണ്ട്, റേഡിയോ ബാൻഡുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതൊരു ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓരോ ബാൻഡിലും ഓരോന്നിനും ഓരോ യൂസേജ് ആണുള്ളത്. ഓക്കെ, ഓരോന്നിനും ഓരോ യൂസേജ് ആണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമുക്കിപ്പോൾ ക്രൈറ്റീരിയനായി ഇരിക്കുന്നത് ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. ഹൈ ഫ്രീക്വൻസി, അപ്പോൾ നമ്മുടെ ഈ ഹൈ ഫ്രീക്വൻസി റീജിയനിൽ വരുന്നത് എന്താണ്? സ്കൈ വേവുകളാണ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി റീജിയനിൽ വരുന്നത് സ്കൈ വേവുകളാണ്. നോക്കൂ, ഈ ഫ്രീക്വൻസി നിങ്ങൾ അറിയണം, ഹൈ ഫ്രീക്വൻസി റീജിയനിൽ വരുന്നത് സ്കൈ വേവുകളാണ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസിക്ക് മുകളിൽ വരുന്ന ഫ്രീക്വൻസികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്പേസ് വേവുകളാണ്. അതുപോലെ ഹൈ ഫ്രീക്വൻസിക്ക് താഴെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതോ ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ റേഞ്ചിന് താഴെയുള്ള ഫ്രീക്വൻസികൾ. ഫോർ എക്സാമ്പിൾ 10⁻⁶ അങ്ങനെ പോകുന്ന റേഞ്ചിലുള്ള ഫ്രീക്വൻസികൾ ഗ്രൗണ്ട് വേവുകൾ അല്ലെങ്കിൽ സർഫസ് വേവുകളാണ്. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കണം, അത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായാൽ മാത്രമേ, ഇത്രയും നിങ്ങൾ മനസ്സിരിക്കട്ടെ. പിന്നെ ആ ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിൽ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് കാണാം. അതായത് ഹൈ ഫ്രീക്വൻസി
ബാൻഡിൽ പിന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, ടെലിവിഷൻ ആണോ അല്ലെങ്കിൽ സബ്മറൈൻ കമ്മ്യൂണിക്കേഷൻ ആണോ മറ്റേതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമേജിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ചാപ്റ്ററിൽ എന്താണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വളരെ കൂടുതൽ. നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്ലംസ് ആണ് നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ തിയറി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി വായിച്ചു നോക്കുക, എന്നാലേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കമ്മ്യൂണിക്കേഷൻ ചാനലുകളിലേക്കും കടക്കുകയാണ്. ഓക്കെ, സ്പേസ് കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് 3 രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേതാണ് എന്ത്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ. അതിന്റെ ഫ്രീക്വൻസി റേഞ്ചുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, സർഫസ് വേവ് പിന്നെ പ്രൊപ്പഗേഷന്റെ പ്രത്യേകത നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഗ്രൗണ്ട് വേവിൽ എന്താണ്, റേഡിയോ വേവുകളാണ് കേട്ടോ. റേഡിയോ വേവുകളാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. അത് മാത്രം അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റേഡിയോ വേവുകൾ ഏതൊക്കെ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ എന്താണ്, എർത്തിന്റെ സർഫസിലൂടെ അല്ലെങ്കിൽ കർവേച്ചറിനനുസരിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോ ഗ്രൗണ്ട് വേവിന്റെ പ്രത്യേകത എന്താണ്, കണ്ടിന്യൂസ് അറ്റനുവേഷൻ നടക്കും. അറ്റനുവേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഓക്കെ, അതിന്റെ കാരണം ഗ്രൗണ്ടിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്, വേവുകളുടെ ഡിഫ്രാക്ഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള കാരണം. അപ്പോൾ ആ അറ്റനുവേഷൻ എന്താണ്, ആ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് അറ്റനുവേഷൻ എന്ത് ചെയ്യും, കൂടും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫ്രീക്വൻസി റേഞ്ച് മനസ്സിലാക്കുക. ഈ മെത്തേഡ് എന്ത് ചെയ്യില്ല, റേഡിയോ 2 മെഗാഹെഡ്സിന് മുകളിലുള്ള റേഡിയോ വേവുകളിൽ ഈ മെത്തേഡ് സ്യൂട്ട് ആവില്ല. അതായത് 2 മെഗാഹെഡ്സിന് താഴെയുള്ള എന്താണ്, റേഡിയോ വേവുകൾക്കാണ് എന്ത്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ കുട്ടികളെ നിങ്ങൾ നോക്കൂ, ഈ റേഡിയോ ഫ്രീക്വൻസി ബാൻഡ്സ് എന്ന് പറഞ്ഞ് എന്താണ് രണ്ടാമത്തെ PDF നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി, വെരി ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, VHF വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, സൂപ്പർ ഹൈ ഫ്രീക്വൻസി, അതുപോലെ ഈ എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി. ഇതിന്റെ എല്ലാം ഫ്രീക്വൻസി റേഞ്ച് പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. വേവ് ലെങ്ത് റേഞ്ച് മനസ്സിലാക്കണമെന്നും വേവ് ലെങ്തും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് അറിഞ്ഞാൽ മാത്രമേ പല തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് കാണാപ്പാടം പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 മെഗാഹെഡ്സിൽ താഴെയുള്ള 2 മെഗാഹെഡ്സിൽ താഴെയുള്ള വേവുകൾക്കാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ സ്യൂട്ടബിൾ ആകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പിന്നെ റേഡിയോ ഫ്രീക്വൻസി ബാൻഡുകൾ, അപ്പൊ ഇതും നമ്മൾ മേൽ പറഞ്ഞ കാര്യവും നമ്മുടെ ഇമേജും കൂടി കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ്. നോക്കിക്കേ, അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെത്തേഡ് എന്താവില്ല, 2 മെഗാഹെഡ്സിൽ കൂടുതലുള്ള ഫ്രീക്വൻസി ആണെങ്കിൽ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആകില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, 2 മെഗാഹെഡ്സിൽ കൂടുതലുള്ള ഫ്രീക്വൻസി ആണെങ്കിൽ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആകില്ല. ഇനി ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിലെ മാക്സിമം റേഞ്ച് ഓഫ് കവറേജ്, അതായത് എന്തുമാത്രം ഏരിയ കവർ ചെയ്യാം എന്നത് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിലെ മാക്സിമം റേഞ്ച് ഓഫ് കവറേജ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ട്രാൻസ്മിറ്റഡ് പവറിനെയും ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിലെ മാക്സിമം കവറേജ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് എന്തിനൊക്കെയാണ്, ട്രാൻസ്മിറ്റഡ് പവറിനെയും ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. എന്താണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്നു, അയണോസ്ഫിയറിലെ ഒരു ലെയറിൽ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം.